വെൽക്കം ബാക്ക് ടു ദ സി ഓഫ് നോ. ഞാൻ റെനു മേട്ടർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിലായാലും ഡെസ്ക്ടോപ്പിലായാലും അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യും എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് പുറത്ത് വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ പെടുന്ന PowerPoint എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു എററോ ഒരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല ക്വാളിറ്റിയിലും നല്ല ക്ലാരിറ്റിയിലും നമുക്ക് എങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാം, അതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടാനുള്ളൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഒരു എന്തൊരു വർക്ക് കമ്പ്യൂട്ടർ ചെയ്യുമ്പോഴും നമുക്ക് വേറെ സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ ഈ ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ പെടുന്ന തന്നെ PowerPoint എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ്, നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നമുക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ PowerPoint ഓപ്പൺ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ നമുക്ക് നോർമലായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനേ ഉള്ളൂ. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിലൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന അവിടേക്ക് വരിക. ഇവിടെ നമ്മൾ ഈ ലാസ്റ്റിൽ കാണുന്ന സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ളതെടുത്ത് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇല്ല എങ്കിൽ നിങ്ങളതിന് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫുൾ വെർഷൻ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, എങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ സ്റ്റോപ്പ് ഉണ്ട്, സെലക്ട് ഏരിയ ഉണ്ട്, ഓഡിയോ ഉണ്ട്, റെക്കോർഡ് പോയിൻ്റർ ഉണ്ട്. അങ്ങനെ 5 ഓപ്ഷൻസാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓൾറെഡി ഇപ്പം ഈ ഓഡിയോയും റെക്കോർഡ് പോയിൻ്ററും ഓണായി കിടക്കുവാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പം റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ഞെക്കണം. ഈ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ഞെക്കിയാൽ മതി. ഈ ഏരിയയിൽ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ റെക്കോർഡിങ് നമുക്ക് ഓണാക്കാനായി എനേബിളായി വരത്തുള്ളൂ. ഓക്കെ, അതിനായിട്ട് നമുക്കിപ്പോൾ സെലക്ട് ഏരിയ ഞെക്കിയിട്ട് നമുക്കിപ്പോൾ ഏത് ഏരിയ വേണ്ടത്, നമ്മളിപ്പം കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് ചെയ്യാനാണ്. അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് ഏരിയയിൽ ആണ് നമുക്ക് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത്, ആ ഏരിയ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇത്രയും ആണെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഈ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഈ ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ ഇല്ലാതെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഈ റെക്കോർഡ് ഇപ്പം നമുക്ക് ഓൺ ആക്കേണ്ട രീതിയിൽ എനേബിളായിട്ട് നമുക്കിതിപ്പോൾ ഓൺ ആക്കി വിടാം. ഇപ്പോൾ നമ്മുടെ ഈ 3 സെക്കൻഡ് എന്നുള്ളടുത്ത് കഴിയുമ്പം ഇപ്പോൾ നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ടായി. ഇനി നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് റെക്കോർഡ് ആയിക്കൊണ്ട് ആ PowerPoint എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് നമ്മുടെ മൗസ് ഇങ്ങോട്ട് മേലോട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പം നമുക്കിത് നമ്മുടെ ബട്ടണുകൾ ഓണായി വരും. എന്നിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് കൊടുത്താൽ മതി. നമുക്കല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് കീബോർഡിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വിൻഡോ ബട്ടൺ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് Q ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും. നമ്മുടെ റെക്കോർഡിങ് ഇപ്പം ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി. സ്റ്റോപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ PowerPointൽ തന്നെ നമ്മുടെ ആ വീഡിയോ ഓണായി വരും. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് മീഡിയ ആസ് എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത്, ഞാൻ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലോട്ട് ഇത് സേവ് ചെയ്യുകയാണ്. സേവ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് തന്നെ സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കും. ഫയലിൽ വന്നിട്ട് എക്സ്പോർട്ടിൽ വരിക.
അതെന്ന് വെച്ചിട്ട് ക്രിയേറ്റ് വീഡിയോ എന്നുള്ളിടത്ത് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സേവ് ആവും. നമ്മളിപ്പോൾ 1-2 വീഡിയോ ഒന്നിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇപ്പോൾ 1-2 വീഡിയോ നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ അടുത്ത വീഡിയോ നമ്മളിപ്പം റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് ന്യൂ സ്ലൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ Ctrl+M ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു സ്ലൈഡ് ഓണായി വരും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇപ്പം അടുത്ത വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പം റെക്കോർഡ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഇപ്പം ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ രണ്ടാമത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഫുൾ സ്ക്രീൻ സെലക്ട് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ രണ്ടാമത്തെ ഏരിയ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ എക്സ്പോർട്ടിൽ പോയിട്ട് ക്രിയേറ്റ് വീഡിയോ വരിക. നമ്മളിപ്പോൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 0 സെക്കൻഡ് വെച്ചു. 0 സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് വീഡിയോ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ സേവ് ചെയ്യേണ്ടത് കാണും. ഇവിടെ നമുക്ക് ഒരു പേര് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 വീഡിയോയും കൂടെ ഒരുമിച്ചായി കിട്ടും. നമ്മൾ ഇപ്പം രണ്ടാമത് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആണിത്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് എക്സ്പോർട്ട് ചെയ്തത് നമ്മൾ രണ്ട് വീഡിയോയും കൂടെ ഒന്നിച്ചാക്കിയിട്ടാണ് ഇതിനകത്ത് എക്സ്പോർട്ട് ചെയ്തത്. ഉണ്ടോ അടുത്ത വീഡിയോ ആ 2 വീഡിയോ ഒരു ലെങ്തിൽ തന്നെ നമുക്ക് ആ 2 വീഡിയോയും പവർ പോയിന്റിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. നല്ലൊരു പ്രയോജനപരമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു എററോ ഒന്നും വരത്തില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്ന ആ വർക്ക് നമ്മൾ ക്ലിയാരിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെക്കോർഡായി കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.